ആദ്യം നമ്മളെ ഗർവാപ്പസി പ്രഭാഷണം സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക്. ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ഈ 4-ാം തീയതി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കൂടി. അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കും. അതിൻ്റെ എല്ലാം പുറമെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാപ്പസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞ ഈ 4-ാം തീയതി നടന്ന മുശാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും ഒരു തീരുമാനമാണ്. അപ്പൊ അത് മൂപ്പര് സ്വന്തം പറഞ്ഞതല്ല, ഇവിടെ നടന്ന മുശാവറയിൽ കാര്യമായി എടുത്ത തീരുമാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ അവർ തിരിച്ചു വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ നല്ല ഒരു വാചകം, ശംസുൽ ഉലമയുടെ മദദ് വെളിപ്പെട്ട ഒരു വാചകമായി അത്. കാരണം ഇവിടുന്ന് പിരിഞ്ഞു പോയതാണെന്ന് എല്ലാവർക്കും അറിയാം. 1926 തുടങ്ങിയ സമസ്ത അത് 89 എത്തിയപ്പോ അതിന്റെ ജനറൽ സെക്രട്ടറി EK ഉസ്താദാണ്. അതിന്റെ പ്രസിഡന്റ് ആരാ? കണ്ണിയത്ത് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. ഈ 2 മഹാരഥന്മാർ അതിന്റെ മെയിൻ സ്ഥാനങ്ങളിൽ ഉള്ളപ്പോൾ അതിൽ നിന്ന് വിഘടിച്ചു പോയി. ആ വിഘടിച്ചു പോയ ആളുകൾ അതിനുശേഷം പോയവർക്കൊക്കെയും തിരിച്ചു വരാം, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായ ആശയാണ്. അതിലൂടെ അങ്ങോട്ട് ചെയ്താൽ മതിയത്. പിന്നെ അതിൽ നിന്ന് എന്തിന്റെ ആവശ്യമില്ല. ഇവിടെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ ആ രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം പിന്നെ സയ്യിദ് അവറുകൾക്കെതിരെയായിരുന്നു കോട്ടക്കലിലെ എല്ലാ പ്രഭാഷണങ്ങളും. ആദ്യം പറഞ്ഞ് കുത്തുവാക്കുകളൊന്നും പറയരുത് എന്നാണ്. അത് പറഞ്ഞു വെച്ചിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. അതിൽ കാര്യമായി സയ്യിദ് അവറുകൾക്കെതിരെ പ്രസംഗിച്ച ഒരാൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മൂപ്പര് പറയുന്നത് ഇപ്പൊ നമ്മളെ സമസ്തയിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് സമസ്തയുടെ ചരിത്രം പഠിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ജിഫിരി മുത്തുക്കോയ തങ്ങള് സമസ്തന്റെ ചരിത്രം പഠിക്കണത്രേ. മൂപ്പർക്ക് സമസ്തയിൽ കൂടുതൽ പാരമ്പര്യമില്ല. കേട്ടാ തോന്നും ഇയാൾ വരക്കൽ മുല്ലക്കോയ തങ്ങള് കാലത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമുണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അഭിമുഖം, വിശ്വാസം കർമ്മം ആത്മീയം. ഇതില് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജിഫിരി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, പഠനകാലത്ത് ഞങ്ങൾ ഒറ്റ കട്ടിലിൽ കിടന്ന് ഒരുമിച്ച് ജീവിച്ച് പഠിച്ചവരാണ് എന്നാണ്. അപ്പോൾ ഒരേ രൂപത്തിലാണ് സംഗതി ഉള്ളത്. പക്ഷെ ചരിത്രം പഠിക്കാൻ ജിഫിരി മുത്തുക്കോയ തങ്ങളോട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിർദ്ദേശിക്കുകയാണ്. ചരിത്ര പഠനം ഇല്ലാത്തവരെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. മാറ്റം വരാത്ത ഒറ്റ സമസ്ത ഉണ്ടെങ്കിൽ അത് നമ്മളെ സമസ്തയേ ഉള്ളൂ എന്നാണ്. എന്തൊക്കെ തമാശകളാണ് ഈ നൂറ്റാണ്ടിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഒന്ന് കേട്ടു നോക്കൂ പൊന്മളയുടെ ഖണ്ഡനം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതെല്ലാം ചോദിക്കുന്നവർ ആദ്യം ഇതൊക്കെ ഒന്ന് സമസ്തയുടെ ചരിത്രം ഒന്ന് വായിച്ച് നോക്കുകയോ ചോദിച്ച് പഠിക്കുകയോ ഒക്കെ ചെയ്താൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ വക ചോദ്യങ്ങളൊന്നും വരില്ല. എന്താണ് ഈ സമസ്ത എന്നറിയാത്ത ചിലർ സമസ്തയെക്കുറിച്ച് പഠിക്കാൻ നിന്നാൽ പറയാൻ നിന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാലം വരെ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പിന്നെ സമസ്തയുടെ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നാൽ അവർക്ക് എന്തിനെ കുറിച്ച് അറിയാം? അവർക്ക് എന്തിനെ കുറിച്ചാണ് പറയാൻ ധൈര്യം ഉണ്ടാവുക?
ഈ കാലം വരെ ഒന്നും സമസ്തന്റെ ഒരു കേട്ടിലും പാട്ടിലും ഇല്ല. സമസ്തന്റെ കഴിഞ്ഞ കാല ചരിത്രവും അറിയില്ല, സമസ്തയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ ആളുകൾ ഇന്ന് വന്ന് സമസ്തയിൽ വന്ന് വലിയ ഗതാക്കളാന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒന്നും അറിയാത്തവർ എന്ത് നേതൃത്വമാണ് അവർക്ക് കിട്ടുക? അയാളെ കുറിച്ചാണ് പറഞ്ഞതാന്ന് മനസ്സിലാക്കി അത് ഫിറ്റാവും. പൊന്മളയെ കുറിച്ച് തന്നെ പറഞ്ഞ ഏറ്റവും വലിയൊരു സത്യമായി അത് എടുക്കാം നമുക്ക്. കാരണം ഇയാൾക്ക് സമസ്തയുടെ ചരിത്രം എന്തറിയാ? സമസ്തയുടെ ചരിത്രം മുഴുവനും മശായിഖിനോട് ഒട്ടി നിന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ചരിത്രമാണ് കാസർഗോഡ് മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത്. ഈ സമസ്ത സമ്മേളനത്തിന്റെ വിജയം അത് മശായിഖിന്റെ മദതാണ്, സഹായമാണ്. ഇയാൾ പറഞ്ഞതോ ഞങ്ങളെ ഹുജ്ജത്ത് വരെ ഈ സ്റ്റേജിലിരിക്കുന്ന ഉലമ ആണ് എന്നാണ്. അപ്പൊ ആരാ സമസ്തയുടെ ചരിത്രം പഠിക്കേണ്ടത്? ജിഫ്രി മുത്തുക്കോയ തങ്ങളായാലും ആ സമസ്തയിലുള്ള ഏത് പണ്ഡിതനായാലും. അപ്പൊ ഇവർ പറയുന്നത് സമസ്ത 89 ഇറങ്ങിപ്പോയ സമയത്ത് ഇവരുണ്ടോന്ന് അയാൾ ചോദിക്കണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ ആൾ സമസ്തയുണ്ടോ? ഈ പ്രസംഗിക്കുന്ന ആളുണ്ടോ? പേരോടുണ്ടോ? ഞങ്ങളെല്ലാരും ഉസ്താദായ AP ഉസ്താദ് ഉണ്ടല്ലോ. അങ്ങനെയാണ് ജിഫ്രി തങ്ങളും അതുപോലെയുള്ള ആ സമസ്തയിലുള്ള ആളുകൾക്ക് പറയാലോ, ഞങ്ങൾ അന്ന് സമസ്തയിലില്ല, പക്ഷേ ഞങ്ങളെ ഉസ്താദും ഞങ്ങളെ ശൈഖും വിലായത്തിന്റെ അഹ്ലിൽപ്പെട്ട ആളുമായ ശംസുൽ ഉലമയായിരുന്നു അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി. അവരാ ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിലാണ് ഞങ്ങളുള്ളത്. അന്നുള്ളവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂന്ന. അന്നുള്ള ആളുകൾ ഉണ്ടല്ലോ. എത്ര വലിയ വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ സമസ്തയുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കണം. ഈ ബുക്ക് സമസ്തയിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അള്ളാന്റെ ഔലിയാക്കളെ തള്ളിക്കളഞ്ഞ ഇത്തരം പുസ്തകങ്ങൾ, മശായിഖുമാർക്ക് മാനസിക രോഗമെന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും ഗതികെട്ട പ്രസ്താവനകൾ, ഇതൊന്നും മുൻകാല സമസ്തയുടെ ചരിത്രം പഠിച്ച ആർക്കും പറയാൻ കഴിയില്ല. അപ്പൊ ആ പറഞ്ഞതൊക്കെ സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേരെ നെഞ്ചത്തേക്ക് തന്നെ വരുന്ന പറച്ചിലുകളാണ്. പിന്നെ എന്താ പറഞ്ഞു തന്നെ അയാൾക്ക് തന്നെ അറിയണില്ല. അതിന്റെ തൊട്ട് ശേഷം പറയുന്നുണ്ട്, ഈ പ്രസിഡന്റും സെക്രട്ടറിയുമായൊക്കെ നിൽക്കുന്ന ജിഫ്രി തങ്ങളെ പോലെയുള്ള ആളുകളെ സൂചിപ്പിച്ച് പറയാൻ, ഓൽക്ക് മുഷാവറ മെമ്പർമാരെ പേരെന്നെ അറിയോ? ഇതെന്താ അസ്മാഉൽ ബദറോ? അവൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ ഇവരോട് ചോദിച്ചു, സമസ്തയെ കുറിച്ചൊന്നും പറയണ്ട, സമസ്തയുടെ 40 മുഷാവറ അംഗങ്ങൾ, ആ അംഗങ്ങളുടെ പേര് മാത്രം, പേര് മതി, ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയോ? എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്താ പറയണേ? അയാൾക്ക് തന്നെ മനസ്സിലായിണ്ടാവില്ല. ബല 40 പേരോ? അത് സുഖമല്ല പറയാൻ. ഒന്ന് ബിസിനസ്മാനും ഒന്ന് നിയൽവാദിയും, അങ്ങനെയാണ് പോയാൽ പോരെ. അത് അന്നുള്ള പേരോ? എന്താണ് പറയുന്നത്? എന്താ ചൊല്ലുന്നത്? അല്ലെങ്കിൽ മുഷാവറ മെമ്പർമാരെ പേരിങ്ങനെ കാണാതെ പഠിച്ച് അതെന്താ അസ്മാഉൽ ഹുസ്നെ? ഇതൊന്നും തിരുത്തി കൊടുക്കാൻ ഒരു റഷീദായ ആര്യങ്ങളെ കൂട്ടത്തിലില്ലേ? എന്നിട്ട് പറയാ പ്രഗത്ഭ വാത്മിയായ പൊന്മളയുടെ വിലപ്പെട്ട വാക്കുകൾ. എന്ത് വിലപ്പെട്ട വാക്ക്? പോയത്തം പറഞ്ഞു എന്നല്ലാതെ. നിങ്ങൾ ആദ്യം ഒന്ന് ചരിത്രം പഠിക്കുക. ഞങ്ങൾക്ക് അതിന് മറുപടി പറയാനുള്ളതാണ്. സമസ്തന്റെ ചരിത്രം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒന്ന് പഠിക്കട്ടെ, പേരോളത്ത് റഹ്മാൻ സഖാഫി ഒന്ന് പഠിക്കട്ടെ. EK ഉസ്താദിനെ മറികടന്ന് സമസ്തക്കൊരു ചരിത്രമില്ല. 40 കൊല്ലത്തെ വിശാലമായ കാലം സമസ്തയെ നയിച്ച മഹാനായ ശംസുൽ ഉലമയുടെ ചരിത്രമാണ് സമസ്തയുടെ ചരിത്രം. നിങ്ങളെ ചരിത്രം പറയുമ്പോൾ തന്നെ ശംസുൽ ഉലമ വരുന്നത്. അവരാത്മകഥ അല്ലേ മൂപ്പര? ആത്മകഥ എഴുതിയപ്പോഴാ
കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയാണിത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ബാബ് തന്നെ ഇ കെ ഉസ്താദിനെ കുറിച്ചാണ്. എഴുത്തച്ഛൻ കണ്ടിയിലെ കൂട്ടുകാർ. ഇ കെ ഉസ്താദിനെ സംബന്ധിച്ച് കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഗുരുവര്യനാണത്. അപ്പൊ ഇ കെ ഉസ്താദിന്റെ ചരിത്രം, ഇനി ഇബല ചരിത്ര പഠനം അത് നോക്കിക്കൊള്ളിട്ട് നമ്മൾ നോക്കുക. ഇബല ചരിത്ര പഠനത്തിന്റെ ഉസാറ് സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പ്രസംഗത്തിൽ പേരോട് പറയുന്നുള്ള ഒരു ഭാഗമുണ്ട്. ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ആ ചരിത്ര പഠനം പോലെ നടത്തുന്നതിന്റെ പുതുമ ഒന്ന് കേൾക്കാം. ആ വഹിച്ചു കൊടുക്കുക. സാധാരണയായി പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് കേട്ടതും പറയാറുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ അല്ലാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ഒരുമിച്ച് കൂടിയപ്പോൾ അവിടുന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 25ാം വാർഷിക സമ്മേളനത്തെ സംബന്ധിച്ച് പറഞ്ഞു. മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ബാപ്പയിൽ നിന്ന് അപ്പൊ അതവിടെ ഇരിക്കട്ടോ, ഇനി അടുത്ത് വരും. 3 കാര്യങ്ങളാ പറഞ്ഞ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലാതെ പറയാറില്ല. അത് പറയുമ്പോൾ ഉറപ്പിക്കണം, ഇനി പറയാൻ പോകുന്ന ഒരിക്കലും ഇയാളെ കാണാത്തതായിരിക്കും. ആമുഖം പറയുമ്പോൾ അതിന് നേരെ എതിരാണ് പിന്നെ പറയാം. പിന്നെ ചിലപ്പോഴൊക്കെ കേട്ടതും പറയും. എന്നിട്ട് സുലൈമാൻ ഉസ്താദ് സമസ്തയുടെ 25ാം വാർഷികത്തിൽ പങ്കെടുത്ത സംഭവം പറയാണ്. സുലൈമാൻ ഉസ്താദ് സമസ്തയുടെ 25ാം വാർഷികത്തിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ന് എത്ര വയസ്സായിട്ടുണ്ട്? ആ ആയത്ത് വരെ ഉസ്താദിന് ഓർമ്മയുണ്ട്. ലഖദ് മന്നല്ലാഹു എന്നൊക്കെ ഓതുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു 1 വയസ്സ്. അപ്പൊ എനിക്ക് മനസ്സിലായി പ്രായപൂർത്തിയായ സമയത്ത് തന്നെയാണ് സുലൈമാൻ ഉസ്താദ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതാണ് ഒന്നുകൂടി അദ്ദേഹം ബാക്കി പറയുന്നത് കേട്ടു. പല ചരിത്ര പഠനത്തിന്റെ ഇവരൊക്കെ കണക്ക് കൂട്ടലും യോഗ്യതയൊക്കെ എത്ര ഉഷാറുണ്ട്. അടുത്ത പറയട്ടെ കേട്ടോ. എന്ന ആയത്തായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ അവറുകൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദ് അവറുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ എന്ന് ചോദിച്ചു. സമസ്തയുടെ 100ാം വാർഷികമാണല്ലോ, സെന്റിനറി നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ സംഘടനകളുടെ പരിപാടികൾ പലതും നടന്നതും കേരള യാത്ര നടന്നതൊക്കെ. സമാപനത്തിലും തുടക്കത്തിലുമൊക്കെ അതേപോലെ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ റഈസുൽ ഉലമയും വന്ന് നമ്മെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഒരു 75 വർഷം ഏതായിരുന്നാലും 25ാം വാർഷികം കഴിഞ്ഞിട്ട് ആയല്ലോ. ആ നിലയ്ക്ക് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ആ പരിപാടിയിൽ ഉസ്താദ് പങ്കെടുത്തിരുന്നോ? 25ാം വാർഷികത്തിൽ എന്നോട് പറഞ്ഞു ഞാനത് പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്തപ്പോൾ അന്ന് ഓതിയ ആയത്ത് ഇതാണ്, ഖുതുബി ഉസ്താദ് അവറുകൾ ഓതിയ ആയത്ത് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉസ്താദ് അവറുകൾക്ക് അന്ന് എത്ര വയസ്സുണ്ടാവുമായിരുന്നു എന്ന് ചോദിച്ചു. അതെന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളോടത് പറയുന്നില്ല. അത് പറയുന്നത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും വയസ്സ് പറഞ്ഞു, പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് ഞാനത് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ മനസ്സിലാക്കി. അപ്പൊ പ്രായപൂർത്തിയായ സമയത്ത് തന്നെയാണ് അതിൽ പങ്കെടുത്തത്. അന്ന് ഇനി നമുക്ക് ഒന്ന് കണക്കൂട്ടി നോക്കാം. സമസ്തയുടെ എത്രാം വാർഷികമാണ് നടക്കുന്നത്? 100ാം വാർഷികം. 25ാം വാർഷികത്തിൽ സുലൈമാൻ ഉസ്താദ് പ്രായപൂർത്തിയായ അവസ്ഥയിൽ പങ്കെടുത്തു എന്നാണ്. അപ്പൊ ഇയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് 25ാം വാർഷികമാകുമ്പോ 75 വർഷം മുമ്പ്. അപ്പൊ ഏത് വർഷത്തിലാവും നടക്കാന്ന് കൂട്ടി നോക്കി. 1926 സമസ്ത വരുന്നു. അപ്പോഴാണ് 26 ഇവിടെ ആയപ്പോൾ 100 വാർഷികമായത്. അവിടെ 26 ഒന്നാം പിന്നെ വർഷമായി തുടങ്ങിയാൽ 25 വർഷവും എത്ര ആവും? 1951 ആവും. 51 കൂട്ടുക.
സുലൈമാൻ ഉസ്താദിൻ്റെ ജന്മോ എന്നാ ജനിച്ച് ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് മൂപ്പര ജനനം നടന്നത് 1942 42 ജനിച്ച സുലൈമാൻ ഉസ്താദ് 51 നടന്നു എന്ന് പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ എത്ര വയസ്സുണ്ടാവും? 9 വയസ്സുണ്ടാവും. 9 വയസ്സിൽ എങ്ങനെയാണോ പുരുഷന്മാർ പ്രായപൂർത്തിയാകല്? എവിടെ നിന്ന് നോക്കി കണക്ക് കൂട്ടിയതാ? അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ എന്താ സംഭവം? സമസ്തക്ക് 25ാം വാർഷികം എന്ന് പറഞ്ഞൊരു വാർഷികം തന്നെ ഉണ്ടായില്ല. സമസ്തക്ക് 25ാം വാർഷികം എന്നുള്ള ഒരു വാർഷികം തന്നെ ഉണ്ടായില്ല. അന്നൊക്കെ 2ാം സമ്മേളനം 3ാം സമ്മേളനം എങ്ങനെ പറയാം, വാർഷിക സമ്മേളനം തന്നെ ഉണ്ടായില്ല. സുലൈമാൻ ഉസ്താദ് ഇങ്ങനല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടാകുക. കാരണം ആ സുലൈമാൻ ഉസ്താദിനെ ഞാനേ കേട്ടിട്ടുണ്ട്. സുലൈമാൻ ഉസ്താദ് നല്ലൊക്കെ പറഞ്ഞു, ഇയാള് ചിലപ്പോൾ ചായ അവലെ കുടിച്ച് വേറെ എന്തെങ്കിലും കുടിച്ച് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഉസ്താദ് പറയുന്നല്ലോ കേൾക്കുക. വലിയ തഹ്കീക്കുള്ള ആളുകളല്ലേ, പൊട്ടിക്കുകയാണ്. എന്നിട്ട് 9 വയസ്സുള്ള അവസ്ഥയിൽ പ്രായപൂർത്തിയായി. ഇയാൾ വയസ്സ് കേട്ടപ്പോഴാണല്ലോ മനസ്സിലായത് പ്രായപൂർത്തിയായി. എയ്യാതി വിടലാടോ നടത്തുന്നത്. ഇതൊന്നും ആൺകുട്ടികൾ ഇപ്പുറത്തുണ്ടാകുമ്പോൾ ഒരു കണക്കും നടക്കൂല. അതുകൊണ്ട് ഞാൻ എന്തിനാ വെച്ചാൽ പൊന്മള പറഞ്ഞ ചരിത്രം വന്നപ്പോൾ എനിക്കൊന്ന് ഓർമ്മയതാണ്. ചരിത്രം വല്ലാതെ അങ്ങനെ പറയുമ്പോഴേ നിങ്ങളാദ്യം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കി, കണക്കൊക്കെ ശരിക്ക് കൂട്ടി ഒന്ന് റെഡിയാക്കി വെക്കി. എന്നിട്ട് ആദ്യം നിങ്ങളെ പിന്നെ മുഷാവറയിൽ സമസ്തയുടെ ചരിത്രം പഠിക്കാൻ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാം. പഠിപ്പിക്കാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ വരാം. സുലൈമാൻ ഉസ്താദ് തൽക്കാലങ്ങളും നിന്നോട്ടെ, ബാക്കി ഞങ്ങൾ പഠിപ്പിച്ചരങ്ങൾക്ക്. സമസ്തയുടെ ലക്ഷ്യം, സമസ്ത ഉലമാഇന്റെ പണി, EK ഉസ്താദിന്റെ ദൗത്യം, ഉസ്താദ് അത് നിർവഹിച്ചത്. നിങ്ങളെ ഈ കൊട്ടക്കണക്കൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് ശരിയാ അതാണ്. അല്ലെങ്കിലും ഈ കണക്ക് തന്നെയല്ലേ. 89 ഉണ്ടാക്കിയ സാധനം 100 വാർഷികം ആഘോഷിക്കുന്ന എപ്പോഴാ? 26 2026 100ാം വാർഷികം ആഘോഷിക്കുന്നവരാരാ? 89 തുടങ്ങിയവർ. എത്ര കൊല്ലത്തെ പരിചയം? 37 കൊല്ലമായപ്പോഴാണ് 100 ആയത്. അപ്പോൾ 9 കൊല്ലമാകുമ്പോൾ പ്രായപൂർത്തിയായി ഉണ്ടാവും. എന്താ ചെയ്യപ്പോഴൊക്കെ ഈ ഭൂമിയിൽ നിങ്ങളൊക്കെ ഒരു 100 കൊല്ലം മരിച്ചു പോകേണ്ടതാ. ഈ വിദ്യാസമ്പന്നരുള്ള ഭൂമി മലയാളത്തിൽ നിങ്ങൾക്കൊന്നും നിൽക്കാൻ തന്നെ കഴിയില്ല. നിങ്ങൾ എന്ത് പൊട്ട പോയത്തങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?